First, another important document of the company is prospectus. രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെയാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. തേർഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഇസ് പ്രോസ്പെക്ടസ്. അപ്പോൾ എന്താണ് പ്രോസ്പെക്ടസ് എന്ന് അറിയണം. എപ്പോഴൊക്കെയാണ് കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, promoters will take steps to raise the necessary capital for the company. അപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്? ഇറ്റ് ഇൻവൈറ്റ് ജനറൽ പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ദ ഷെയർസ് ഓഫ് ദി കമ്പനി ആൻഡ് ഫോർ ദിസ് പേർപ്പസ് ദേ ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. മനസ്സിലായോ? അപ്പോൾ പബ്ലിക് കമ്പനിയാണ് പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് പബ്ലിക്കിന് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുക. അവരാണ് ഈ ചെയ്യുന്നത്, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ് ടു ദ പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ്, അതിനാ പബ്ലിക് ഓഫർ എന്ന് പറയാം. അല്ലെങ്കിൽ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, അതായത് ജനറൽ പബ്ലിക്കിന് കൊടുക്കില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് മാത്രം ഇഷ്യൂ ചെയ്യണം, അതിനാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഓർ ത്രൂ റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ. And in case of listed company or a company which intends to get its securities listed, also with the provisions of Securities and Exchange Board of India Act 1992 and the rules and regulations made thereunder. അപ്പോൾ ഈ 3 തരത്തിലാണ് പബ്ലിക് കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക. ഒന്നുകിൽ പബ്ലിക് ഓഫർ നടത്തും ത്രൂ പ്രോസ്പെക്ടസ്, 2 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് ഇഷ്യൂ ആൻഡ് ബോണസ് ഇഷ്യൂ ആണ്. ഇനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ് അവരുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ, ഒന്നുകിൽ ബൈ വേ ഓഫ് റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ ഓർ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റ് കമ്പനികൾ പബ്ലിക് ഇഷ്യൂ നടത്തില്ല, അവർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയാണ് അവരെ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഈ പബ്ലിക് കമ്പനി പബ്ലിക് ഓഫർ നടത്തുന്ന സമയത്താണ്, അതായത് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ക്യാപിറ്റൽ സ്വരൂപിക്കുന്ന സമയത്താണ് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ എന്താണ് പ്രോസ്പെക്ടസ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഇൻ ദി കമ്പനി. അതായത് കമ്പനി ഷെയർസോ ഡിബെഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിനുള്ള ഒരു ഇൻവിറ്റേഷനാണ്, അവരുടെ ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷനാണ്. സോ ഇറ്റ് ഈസ് എ ഫോർമൽ ലീഗൽ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ബൈ ആൻഡ് ഫൈൽഡ് വിത്ത് എ Securities Exchange Commission that provides details about an investment offering for sale to public. A prospectus should contain the facts that an investor needs to make an informed investment decision. അതായത് ഈ പ്രോസ്പെക്ടസിൻ്റെ ഡെഫിനിഷൻ ഇതാണ് പറയുന്നത്: എനി ഡോക്യുമെൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 31 or shelf prospectus referred to in section 31 or any notice, circular, advertisement or any other inviting offers from the public for the subscription or purchase of any securities of a body corporate. അതായത് പ്രോസ്പെക്ടസിൻ്റെ ഡെഫിനേഷൻ തന്നിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 36 ഓഫ് കമ്പനീസ് ആക്ടിലാണ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ എന്താവാം, എനി ഡോക്യുമെൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആവാം. ഈ പ്രോസ്പെക്ടസിൽ ഏതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന പറയുന്നത്, there are different types of prospectus, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട് എന്നാണ്. അപ്പം പ്രോസ്പെക്ടസിൻ്റെ ഡെഫിനേഷനിൽ ഇതും പെടും. ഏതൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, അതേമാതിരി ഷെൽഫ് പ്രോസ്പെക്ടസ് ഓർ എനി നോട്ടീസ്, സർക്കുലർ, അഡ്വർടൈസ്മെൻറ്റ് ഓർ എനി ഡോക്യുമെൻറ്റ് ഇൻവൈറ്റിംഗ് ഓഫേഴ്സ് ഫ്രം public for subscription. Okay, so a prospectus is a formal document which provides details about an investment offering for sale to the public. It contains the fact that an investor needs to make an investment ഡിസിഷൻ. ഈ പ്രോസ്പെക്ടസ് കണ്ടിട്ടാണ് ഒരു പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ ഡിസിഷൻ എടുക്കേണ്ടത്. ഓരോ കമ്പനീൻ്റെയും പ്രോസ്പെക്ടസ് ഉണ്ടാവുമല്ലോ, ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനം എടുക്കുന്നത് ഈ പ്രോസ്പെക്ടസിൻ്റെ ബേസിലാണ്.
മനസ്സിലായോ? അപ്പോൾ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് വിച്ച് ഇസ് റിക്വയർഡ് ബൈ ഓർ ഫയൽഡ് ബൈ ദ കമ്പനി. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് അബൌട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫറിംഗ് ഫോർ സെയിൽ ടു ദ പബ്ലിക്. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ റൂൾസാണ് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എ കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി സൈൻഡ് ബൈ എവറി ഡയറക്ടർ ഓർ പ്രൊപ്പോസ്ഡ് ഡയറക്ടർ or his duly authorized attorney and filed with the registrar for registration before it is issued to the പബ്ലിക്. അപ്പം ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഓതറൈസ് ചെയ്തിട്ടുള്ള അറ്റോർണി ആണെങ്കിൽ അവർ സൈൻ ചെയ്തിരിക്കണം. എന്നിട്ട് രജിസ്ട്രാർ എടുത്ത് എന്താക്കണം, ഫയൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ഈ പ്രോസ്പെക്ടസിൻ്റെ കോപ്പി രജിസ്ട്രാർക്ക് രജിസ്ട്രേഷന് വേണ്ടി ഫയൽ ചെയ്യണം. Registrar shall not register a prospectus unless the requirements of section 26 have been complied with and the prospectus is accompanied by the consent of all persons named in the prospectus. അപ്പം ഒരു കണ്ടീഷൻ അതാണ്, രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 26 ചില ഫോർമാലിറ്റീസ് പറയുന്നുണ്ട്. ആ ഫോർമാലിറ്റീസൊക്കെ കംപ്ലൈ ചെയ്തിരിക്കണം. അതേമാതിരി എല്ലാവരും ഈ കൺസെൻറ്റ് കൊടുത്ത എല്ലാവരും അതിൽ സൈൻ ചെയ്തിരിക്കാൻ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി ഇഷ്യൂഡ് വിത്തിൻ 90 days ഓഫ് ഇറ്റ്സ് രജിസ്റ്റർ. അങ്ങനെ രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് പബ്ലിക്കിനത് കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതിലാവും. അങ്ങനെ രജിസ്ട്രേഷൻ്റെ ശേഷം 90 daysനുള്ളിൽ പ്രോസ്പെക്ടസ് എന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്, ഇറ്റ് മസ്റ്റ് ബി ഇഷ്യൂഡ്. ഇനി on the application for registration must be accompanied by the following documents. അതായത് പറഞ്ഞല്ലോ രജിസ്ട്രാർക്ക് രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കണം ബിഫോർ ഇഷ്യൂയിങ് ദ പ്രോസ്പെക്ടസ് ടു പബ്ലിക് എന്നുള്ള. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി എന്തൊക്കെ അറ്റാച്ച്മെൻറ്റ്സാണ് വേണ്ടത് നോക്കാം. ഒന്ന് എന്താണ്, കൺസെൻറ്റ് ഓഫ് ദ എക്സ്പേർട്ട് ഇഫ് ദിസ് റിപ്പോർട്ട് ഇസ് ടു ബി പബ്ലിഷ്ഡ് ഇൻ ദി prospectus. Then a copy of the contract relating to appointment and remuneration of managerial personnel. ഇതെല്ലാം ഉണ്ടായിരിക്കണം. A copy of every material contract. A written statement relating to the adjustments, if any, made by the auditors or accountants in their reports before the date of prospectus. മറ്റു written consent of auditors, legal advisor, attorney, solicitor, banker or broker of the company. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി എന്തിൻ്റെ കൂടെ വെക്കണം, ഈ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ, ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ ഈ കാര്യങ്ങളും കൂടെ ഉണ്ടായിരിക്കണം. ദെൻ ഡേറ്റിംഗ് ഓഫ് പ്രോസ്പെക്ടസ്, അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി ഓർ ഇൻ റിലേഷൻ ടു എൻ ഇൻറ്റൻഡഡ് കമ്പനി ഷാൾ ബി ഡേറ്റഡ്. മനസ്സിലായല്ലോ, ഡേറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് ഡേറ്റ് ഷാൾ അൺലെസ് ദ കോൺട്രറി ഇസ് പ്രൂവ്ഡ് ബി ടേക്കൺ ആസ് ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് നോട്ടീസ് എന്ന് പറയും. Then a copy of the prospectus must accompany every form of application issued to public for subscribing the shares or debentures of the company. And last one, penalty for non-registration ഉണ്ട്. അതായത് ഈ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പെനാൽറ്റിയാണ് പറയുന്നത്. ഇഫ് എനി പ്രോസ്പെക്ടസ് ഇസ് ഇഷ്യൂഡ് വിത്തൗട്ട് ഇറ്റ് ബീങ് രജിസ്റ്റേർഡ്, കമ്പനി ഷാൾ ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 50,000 rupees ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 lakh rupees എന്നാണ് പറയുന്നത്. ഫൈൻ എത്രയാണ്? മിനിമം 50,000 ആണ്, പക്ഷെ അത് എത്ര വരെ പോവാം? 3 ലക്ഷം വരെ ഫൈന് പോവാം. ആൻഡ് എവറി പേഴ്സൺ ഹു ഇസ് നോയിങ്ലി എ പാർട്ടി ടു ദ ഇഷ്യൂ ഓഫ് സച്ച് പ്രോസ്പെക്ടസ് ഷാൾ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years or with fine which shall not be less than 50,000 rupees but it may extend to 3 lakh rupees or with both. എന്നിട്ട് ഇതിന് കാരണക്കാരായ ആരൊക്കെയാണ് ഓഫീസേഴ്സ്, അവർക്കൊക്കെ ഇംപ്രിസൺമെൻറ്റ് ഉണ്ട്. ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് എത്ര കാലം വരെ ആവാം എന്ന് പറയുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷയാവാം. ഫൈനും ഉണ്ട്. ഫൈൻ എത്രയാണ് പറയുന്നത്? 50,000 or 3 lakh. ചിലപ്പോൾ ഏതെങ്കിലും ഒന്നാവാം, ചിലപ്പോൾ രണ്ടും കൂടെ അനുഭവിക്കേണ്ടി വരും ഈ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യാതെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്ത് ലീഗൽ റൂൾസ് റൂൾസ് റിഗാർഡിങ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. ഇത് നമ്മൾ നോക്കാൻ പോണത്, അപ്പോൾ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഒന്നും കൂടെ നോക്കിക്കോളൂ. ഡീംഡ് പ്രോസ്പെക്ടസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസ് ദാറ്റ് ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ മെയ്ഡ് ബൈ ദ ഇഷ്യൂവർ
though it is actually offered to the public by a third party or the so-called issue house. ഇന്ത്യൻ ടെർമിനോളജിയാണ് ഈ ഇഷ്യൂ ഹൗസ് ഉള്ളത്. അപ്പോൾ ദ ഇഷ്യൂവർ സേവ്സ് ദ അണ്ടർ റൈറ്റിംഗ് എക്സ്പെൻസസ് ഇൻ സെല്ലിങ് ഇറ്റ് സെക്യൂരിറ്റീസ്. അതായത് എ കമ്പനി ബൈ ഇഷ്യൂയിങ് ദ ബൾക്ക് ഓഫ് ദ ക്യാപിറ്റൽ ടു എൻ ഇൻ്റർമീഡിയറി ക്യാൻ കീപ്പ് അവേ ഫ്രം ദ സ്ട്രിഞ്ചൻ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ആക്ട് എന്നാണ് പറയുന്നത്. ഈ ഇൻ്റർമീഡിയറിനെയാണ് നമ്മൾ ഇഷ്യൂയിങ് ഹൗസ് എന്ന് പറയുക. അതായത് നേരിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യില്ല, ഒരു ഇൻ്റർമീഡിയറിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ദ ഹൗസ് ദെൻ ഓഫേർഡ് ദ ഷെയർസ് ടു ദ പബ്ലിക് by means of an advertisement of its own. Any document by which the offer for sale to the public is made shall, for all purposes, be deemed to be a prospectus issued by the company. അങ്ങനെ ഇൻ്റർമീഡിയറിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവരുടെ സ്വന്തം ഷെയർ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന രീതിയിലാണ് അവർ കൊടുക്കുക. അങ്ങനെയാവുന്ന സമയത്ത് അവർ ഇഷ്യൂ ചെയ്യുന്ന ആ പ്രോസ്പെക്ടസിന് പറയുന്ന പേരാണ് ഡീംഡ് പ്രോസ്പെക്ടസ്. അത് ശരിക്കും കമ്പനി ഇഷ്യൂ ചെയ്യുന്നതായിട്ട് തന്നെ കണക്കാക്കുന്നത്. ആൻഡ് ഓൾ എനാക്ട്മെൻറ്റ്സ് ആൻഡ് റൂൾസ് ഓഫ് ലോ ആസ് ടു ദ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് ആൻഡ് ആസ് ടു ദ ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ആൻഡ് ഒമിഷൻസ് ഫ്രം പ്രോസ്പെക്ടസ് ഓർ അതർവൈസ് റിലേറ്റിംഗ് ടു പ്രോസ്പെക്ടസ് ഷാൾ അപ്ലൈ അക്കോർഡിംഗ്ലി. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് റൂൾസ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, അതൊക്കെ ഈ ഡീംഡ് പ്രോസ്പെക്ടസിനും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണത് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്. വെൻ an advertisement of any prospectus of a company is published in any manner, it is necessary to specify therein the contents of its memorandum as regards object, liability of members and amount of share capital of the company, and the names of signatories to the memorandum and the number of shares subscribed by them and its capital structure. അതായത് പ്രോസ്പെക്ടസ് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ മൊത്തം വേണം എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ വേണം, മെമ്മോറാണ്ടത്തിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് പറയണം, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി, എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് നെയിംസ് ഓഫ് സിഗ്നിറ്ററീസ് ഓഫ് ദി മെമ്മോറാണ്ടം. ഓക്കെ, അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് കഴിഞ്ഞ് ഡീംഡ് പ്രോസ്പെക്ടസ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഇസ് ഷെൽഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ ഷെൽഫ് പ്രോസ്പെക്ടസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 31 സെക്ഷൻ 31 ഓഫ് കമ്പനീസ് ആക്ട് 2013 അപ്പോൾ എ പ്രോസ്പെക്ടസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ സെറ്റ് ഓഫ് അൺഇഷ്യൂഡ് ബട്ട് രജിസ്റ്റേർഡ് സെക്യൂരിറ്റീസ്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വെയർ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഇൻ കോൺസിക്യൂട്ടീവ് സ്റ്റേജസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം because the size of issue is too large. മനസ്സിലായല്ലോ? അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് the securities or class of securities included therein are issued for subscription in one or more issues over a certain period without the issue of a further prospectus. അതായത് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, കുറേ എമൗണ്ട് ലാർജ് ക്യാപിറ്റൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഒരുമിച്ച് അങ്ങോട്ട് എല്ലാ ക്യാപിറ്റലും കൂടെ റേസ് ചെയ്യല്ല ചെയ്യുക. അതായത് ഓരോ ക്ലാസ്സസ് ഓഫ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാണ്. അതായത് ഇപ്പോൾ മൊത്തം വേണ്ടത് 1 crore rupees ആണെങ്കിൽ ആദ്യം ഒരു 50 lakh ഇഷ്യൂ ചെയ്യും, പിന്നെ ഒരു 20 lakh, അങ്ങനെ എന്താ പറയുക, ക്ലാസ്സസ് ഓഫ് ഇഷ്യൂ ആയിട്ടാണ് നടത്തുന്നതെങ്കിൽ ഒറ്റ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുള്ളൂ. അതായത് ഓരോ പ്രാവശ്യം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രോസ്പെക്ടസ് ഇറക്കാതെ പ്രോസ്പെക്ടസ് ആദ്യം തന്നെ ഇറക്കി വെക്കും. The general rule regarding the public company is that it issues a prospectus as and when it invites the public to subscribe its shares securities എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് കമ്പനി എപ്പോഴൊക്കെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് ജനറൽ റൂൾ. ബട്ട് SEBI has to provide by making regulations for any class or classes of companies which may file a self-prospectus with a registrar at the stage of first offer of securities. അപ്പോൾ സെബീൻ്റെ ഒരു പ്രത്യേക റെഗുലേഷൻ പ്രകാരമാണ് ഇങ്ങനെ ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാന്നുള്ള ഒരു റൂൾ വന്നിരിക്കുന്നത്. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ പ്രാവശ്യം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്
പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഇനീഷ്യൽ ഓഫറിൽ തന്നെ എന്ത് ചെയ്യുക, ആ സമയത്ത് തന്നെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള. സച്ച് പ്രോസ്പെക്ടസ് ഹാസ് എ വാലിഡിറ്റി നോട്ട് എക്സീഡിങ് 1 year and the period shall commence from the date of opening of the first offer of securities. In the case of second or subsequent offer of securities within that period, no further prospectus is required എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ലേറ്റർ ഓൺ ദ ഇഷ്യൂർ വിൽ ഓൺലി നീഡ് ടു ഫയൽ സോ കോൾഡ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം വിത്ത് ദ റെലവൻറ്റ് സെക്യൂരിറ്റീസ് കമ്മീഷൻ. അപ്പോൾ ഓരോ പ്രാവശ്യം ഇഷ്യൂ ചെയ്യുന്നതിന് പകരം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാതെ തുടക്കത്തിൽ പബ്ലിക് ഓഫറിൻ്റെ മുമ്പേ ആയിട്ടൊരു ഇനീഷ്യൽ ഓഫറിൻ്റെ മുമ്പേ ആയിട്ടൊരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. അതാണ് സെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയും, അത് മാത്രം ഫയൽ ചെയ്താൽ മതി. അതായത് കമ്പനി ഫയലിംഗ് ഷെൽഫ് പ്രോസ്പെക്ടസ് ഷാൽ ബി റിക്വയർഡ് ടു ഫയൽ an information memorandum containing all material facts relating to new charges created, അതേമാതിരി changes in the financial position of the company as have occurred between first offer of securities or the previous offer of securities and the succeeding offer of securities and such other changes with the registrar within 1 month prior to issue of a second or subsequent offer of security. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ഇനീഷ്യൽ ഓഫർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് അവരെന്ത് ചെയ്താൽ മതി, ഇൻഫർമേഷൻ മെമ്മോറാണ്ടം ഫയൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, അലോങ് വിത്ത് ഈ ഷെൽഫ് പ്രോസ്പെക്ടസ്. ഓക്കെ. But where a company or any other person has received applications for the allotment of securities along with advance payments of subscription before making any such change, the company or any other person shall intimate the changes to such applicants, and if they express a desire to withdraw their application, company or other person shall refund all monies received എന്ന് പറയും within 15 days. അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്നുള്ളത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഇസ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഇപ്പം നമ്മൾ 2 ടൈപ്പ് പഠിച്ചു കഴിഞ്ഞ്, ഡീംഡ് പ്രോസ്പെക്ടസ് കഴിഞ്ഞ് ഷെൽഫ് പ്രോസ്പെക്ടസ് കഴിഞ്ഞ്. ഇനി നമ്മൾ നോക്കാൻ പോണത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഹാവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റീസ് ഓഫേർഡ്. മനസ്സിലായല്ലോ? എത്രയാണ് പ്രൈസ്ന്നോ എത്ര നമ്പർ ഓഫ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നോ അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല അതിൽ. എ കമ്പനി പ്രപ്പോസിങ് ടു മേക്ക് എൻ ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് മേ ഇഷ്യൂ എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രയർ ടു ഇഷ്യൂ ഓഫ് എ പ്രോസ്പെക്ടസ് എന്നാണ് പറയുന്നത്. അതായത് കമ്പനി പ്രപ്പോസിങ് ടു ഇഷ്യൂ എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഷാൽ ഫയൽ ഇറ്റ് വിത്ത് എ രജിസ്ട്രാർ അറ്റ്ലീസ്റ്റ് 3 days prior to opening of the subscription list and offer. A prospectus that contain most of the information that will be presented in the final prospectus but often does not mention the price or the number of securities. A red herring prospectus is also known as എന്താണ്, preliminary prospectus എന്ന് പറയും. It can be distributed to potential investors after the registration statement for a securities offering has been filed with the securities commission. അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതിൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഷാൽ ക്യാരി ദ സെയിം ഓബ്ലിഗേഷൻസ് ആസ് ആർ അപ്ലിക്കബിൾ ടു എ പ്രോസ്പെക്ടസ് ആൻഡ് എനി വേരിയേഷൻ ബിറ്റ്വീൻ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആൻഡ് എ ഫൈനൽ പ്രോസ്പെക്ടസ് ഷാൽ ബി ഹൈലൈറ്റഡ് ആസ് വേരിയേഷൻസ് ഇൻ ദി പ്രോസ്പെക്ടസ്. ഇനി ഈ ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോസ്പെക്ടസ് സ്റ്റേറ്റിംഗ് ദർ ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ റേസ്ഡ് whether by way of debt or share capital and the closing price of securities and any other details as are not included in the red herring prospectus shall be filed with the registrar and the Securities and Exchange Board. ഓക്കെ. അപ്പം ഇത് ഫുൾ ഡീറ്റെയിൽസ് ഇല്ലാണ്ടാണല്ലോ പബ്ലിക്കിന് ഓഫർ ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഈ എന്താ പറയുക, ആവശ്യത്തിന് വേണ്ട ക്യാപിറ്റലൊക്കെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ, പബ്ലിക് സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എത്രയാണ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് എത്രയാണ്, എത്ര ഷെയർസ് റേസ് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തും കൊണ്ട് ഫയൽ ചെയ്തിരിക്കണം രജിസ്ട്രാർ അടുത്തും സെബിയുടെ അടുത്തും ഒക്കെ.
ഓക്കെ. ഇനി വേറൊരു ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്. അതായത് ഇപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാറാണ് ദ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് വിച്ച് ആർ യെറ്റ് ടു ഒബ്റ്റെയിൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് വിത്തൗട്ട് ഫയലിംഗ് ഓഫ് ബിസിനസ് റിക്വയർ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ്. ഇറ്റ് മസ്റ്റ് ബി ഫയൽഡ് വിത്ത് it must be filed when a private company becomes a public company എന്നാണ് പറയുന്നത്. ദെൻ എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് ആണ് അടുത്ത ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് വരുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്, എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് മീൻസ് എ മെമ്മോറാണ്ടം കണ്ടെയ്നിങ് സച്ച് salient features of a prospectus as may be specified by SEBI by making regulations in this behalf. അതായത് ഇറ്റ് ഇസ് എബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഷോർട്ടർ വേർഷൻ ഓഫ് പ്രോസ്പെക്ടസ് ദാറ്റ് ഇൻക്ലൂഡ്സ് all the most key elements of typical prospectus. അതായത് it contains information very similar to the typical prospectus but in a concise and compact form. മനസ്സിലായോ? അപ്പം സെക്ഷൻ 33(1) പറയുന്നതാണ്, every application form for purchase of securities of a company is accompanied by an abridged prospectus. അതായത് ഇൻവെസ്റ്റർ ഇസ് ഇൻ എ പൊസിഷൻ ടു സ്റ്റഡി ദ കണ്ടൻസ് ഓഫ് ദി abridged prospectus which bears the same printed number of the application form. The objective ഈ abridged prospectusൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ to reduce the cost of issue as the detailed prospectus is a very bulky document whereas the contents of abridged prospectus is limited. അതായത് വളരെ ചുരുങ്ങിയ കാര്യങ്ങളെ abridged prospectusൽ ഉണ്ടാവില്ല. അല്ലാണ്ട് ശരിക്കും ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ അതിൽ എല്ലാ ഡീറ്റെയിൽസും വേണമെന്നുള്ളതാണ്. അപ്പം ബട്ട് എ കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് ഷുഡ് ബി ഗിവൺ ടു ദ പേഴ്സൺ ഹു മേക്സ് എ റിക്വസ്റ്റ് ബിഫോർ ക്ലോസിംഗ് ദ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ആൻഡ് ദി ഓഫർ. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ ചുരുക്കി കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് abridged prospectus എന്ന് പറയുക. ഇഫ് എ കമ്പനി ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദിസ് പ്രൊവിഷൻസ് ഷാൽ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ ഓഫ് 50,000 rupees ഓഫ് ഈച്ച്. അപ്പോൾ ഫൈനൽ ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ശരിക്കുള്ള പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. അതിന് മുമ്പ് ഇഷ്യൂ ചെയ്യുന്ന ഈ പ്രോസ്പെക്ടസ് ആണ് abridged prospectus എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കേസസിലാണ് an abridged prospectus need not accompany the application form എന്ന് പറയുന്നത്? in connection with a bona fide invitation to a person to enter into an underwriting agreement with respect to such securities or in relation to securities which are not offered to the public. ഈ രണ്ട് കേസിലും abridged prospectusൻ്റെ ആവശ്യം വരുന്നില്ല. The next one is statement in lieu of prospectus. ഇപ്പോൾ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu of prospectus എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു കമ്പനീസ് ഓർഡിനൻസ് ഇഫ് എ പബ്ലിക് കമ്പനി ഇസ് നോട്ട് ഇഷ്യൂയിങ് എ പ്രോസ്പെക്ടസ് ഓൺ ഇറ്റ്സ് ഫോർമേഷൻ ഓർ രജിസ്ട്രേഷൻ ആഫ്റ്റർ ഇറ്റ്സ് ഫോർമേഷൻ ഇറ്റ് ദെൻ മസ്റ്റ് ഫയൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu of prospectus വിത്ത് എ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അപ്പോൾ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu of prospectus എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എ പബ്ലിക് ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് കമ്പനീസ് ഓർഡിനൻസ് by every such public company which does not issue a prospectus on its formation with a registrar before allotment and shares of debentures and signed by every person who is named therein. അതായത് കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടും ഇതുവരെ പബ്ലിക്കിന് പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പകരമായിട്ട് കമ്പനി എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu of prospectus എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസിന് പകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu of prospectus gives practically the same information as a prospectus and is signed by all the directors or proposed directors. In case company has not filed a statement in lieu of prospectus with a registrar, it is then not allowed to allot any of its shares or ഡിബെഞ്ചേഴ്സ് എന്നാണ്. അപ്പോൾ ശരിക്കും ഒരു പ്രോസ്പെക്ടസ് പോലെ തന്നെ, പക്ഷേ പ്രോസ്പെക്ടസ് ആയിട്ട് അല്ലാതാനും അതിന് പകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതാക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 70 പറയുന്നതാണ്, എ കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഡസ് നോട്ട് ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഇസ് റിക്വയർഡ് ടു ഡെലിവർ ടു ദ രജിസ്ട്രാർ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu of prospectus അറ്റ്ലീസ്റ്റ് 3 days ബിഫോർ ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്നാണ് പറയുന്നത്. It must be signed by each director or proposed director of the company or his duly authorized agent.
ദി സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ പെർട്ടിക്കുലേഴ്സ് സെറ്റ് ഔട്ട് ഇൻ അതായത് എന്തൊക്കെ പ്രോസ്പെക്ടസിന് എന്തൊക്കെ പെർട്ടിക്കുലേഴ്സ് അതിലുണ്ടാവണോ അതെല്ലാ ഡീറ്റെയിൽസും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് എന്നുള്ളതാണ്. അപ്പോൾ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഓഫ് എ കമ്പനി ബിക്കോസ് ഇറ്റ് ഈസ് ദ ബേസ് അപ്പോൺ വിച്ച് ദ സക്സസ് ഓഫ് കളക്ഷൻ ഓഫ് ഫണ്ട്സ് ഇൻ എ കമ്പനി ഡിപ്പെൻഡ്സ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. So Companies Act makes it compulsory that all material and essential facts must be fully disclosed in the prospectus. അതായത് സെക്ഷൻ 26 പറയുന്നതാണ് എവറി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി either with reference to its formation or subsequently or by or on behalf of any person who is or has been engaged or interested in the formation of a public company shall be dated and signed and shall state the following information. എന്തൊക്കെ ഇൻഫർമേഷനാണ് വേണ്ടത്? നെയിം, അഡ്രസ് ആൻഡ് ഒക്യുപ്പേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജിങ് ഡയറക്ടേഴ്സ്. അതേമാതിരി പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഓഡിറ്റേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ് എക്സെട്ര. പിന്നെ ദ നമ്പർ ആൻഡ് ക്ലാസസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ്, then qualification, share of directors and interest of directors for the promotion of company. പിന്നെ കമ്പനീൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് വേണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സിഗ്നേറ്ററീസ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് അസോസിയേഷൻ ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്. പിന്നെ ഡേറ്റിംഗ് ഓഫ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഇഷ്യൂ. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അബൌട്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, എവിടേക്കാണ് ഇങ്ങനെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്, വേർ ഓൾ മണീസ് റിസീവ്ഡ് ഔട്ട് ഓഫ് ദ ഇഷ്യൂ ആർ ടു ബി ട്രാൻസ്ഫേർഡ്. ദെൻ ഡീറ്റെയിൽസ് അബൌട്ട് അണ്ടർറൈറ്റിംഗ് ഓഫ് ദ ഇഷ്യൂ and consent of directors, auditors, bankers, etc. Then the authority for the issue and details of resolution passed thereon. Then procedure and time schedule of allotment and issue of shares. Then capital structure of the company. Then main object of public offer. Then main objects and present business of the company and its location, schedule, etc. And particulars relating to എന്താ പറയുക gestation period of the project, extent of progress made in the project, deadlines of completion of the project, etc. അതായത് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ക്യാപിറ്റൽ റേസ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം. മാനേജ്മെൻറ്റ് പെർസെപ്ഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് സ്പെസിഫിക് ടു ദ പ്രോജക്റ്റ് എക്സെട്ര. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ, അതായത് എമൗണ്ട് പേയബിൾ ബൈ വേ ഓഫ് പ്രീമിയം, ഇഷ്യൂ ഓഫ് ഷെയർസ് അതർവൈസ് ദാൻ ഓൺ ക്യാഷ്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദെയർ അപ്പോയിൻമെൻറ്റും റെമ്യൂണറേഷൻ എക്സെട്ര. Then disclosure in such manner as may be prescribed about the sources of promoters' contribution. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം ഈ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം. അത് കൂടാതെ ഈ റിപ്പോർട്ട്സൊക്കെ വേണം എന്നുള്ളതാണ്. റിപ്പോർട്ട്സിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ പ്രോസ്പെക്ടസ് മസ്റ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് റിപ്പോർട്ട്സ് ഫോർ the purpose of financial information. Report by auditors, അതായത് auditors reports are submitted must deal with the profit and loss of the company for each year of 5 financial years immediately preceding the year of issue of prospectus. Then പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്, അപ്പോൾ profit reports relating profit and loss account, auditors report, then reports made in the prescribed manner by the auditors upon the profit and losses of the business of the company പറഞ്ഞല്ലോ. Then report about the business or transactions to which the proceeds of securities are to be applied. Then make a declaration about the compliance of provisions of this act and a statement to effect that nothing in the prospectus is contrary to the provisions of the act, അല്ലെങ്കിൽ Securities Contract Act and SEBI and the rules and regulations made thereunter. അപ്പോൾ ഇതിനൊന്നും വിരുദ്ധമായിട്ടുള്ള ഒന്നും ഇതിൽ ഇല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ. State such other matters and set out such other report as may be prescribed. പിന്നെ പറയുന്നത് ഫയലിംഗ് എ കോപ്പി വിത്ത് എ രജിസ്ട്രാർ, അതായത് നോ പ്രോസ്പെക്ടസ് ഷാൾ ബി, നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്തിരിക്കണം, എ കോപ്പി ഷുഡ് ബി ഫയൽഡ് വിത്ത് എ രജിസ്ട്രാർ എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പേർട്ട്, അതായത് എ പ്രോസ്പെക്ടസ് ഷുഡ് കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെൻറ്റ് made by an expert who has been engaged or interested in the formation or promotion or management of the company and has given
his written consent to the issue of prospectus and has not withdrawn such consent before delivery of a copy of prospectus to the registrar for registration. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ടാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഈ എക്സ്പേർട്ട് എന്ന് പറയുന്നത് ആരൊക്കെ ആവാം? engineer, valuer, chartered accountant, a company secretary, a cost accountant, or any other person who has the power or authority to issue a certificate in pursuance of any law for the time being in force. ഇനി പറയുന്നത് ഡെലിവറി ഓഫ് കോപ്പി ടു രജിസ്ട്രാർ ആണ്. എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ഷാൾ സ്റ്റേറ്റ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ദാറ്റ് എ കോപ്പി ഹാസ് ബീൻ ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ. അപ്പോൾ എപ്പോഴും ആ ഒരു കോപ്പി രജിസ്ട്രാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരിതുണ്ടായിരിക്കണം. ദെൻ ഓൾസോ സ്പെസിഫൈ ദ ഡോക്യുമെൻറ്റ്സ് വിച്ച് ഹാവ് ബീൻ ഡെലിവേർഡ് അലോങ് വിത്ത് എ കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ്. ദെൻ രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ് ബൈ രജിസ്ട്രാർ പറയുന്നുണ്ട്. രജിസ്ട്രാർ ഷാൾ നോട്ട് രജിസ്റ്റർ എ പ്രോസ്പെക്ടസ് അൺലെസ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സെക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് രജിസ്ട്രേഷൻ ആർ കംപ്ലൈഡ് വിത്ത് ആൻഡ് ദ പ്രോസ്പെക്ടസ് ഇസ് അക്കംപനീഡ് ബൈ ദി കൺസെൻറ്റ് ഇൻ റൈറ്റിംഗ് of all the persons named in the prospectus. Then date of issue after registration. No prospectus shall be valid if it is issued more than 90 days after the date on which a copy thereof is delivered to the registrar. പിന്നെ പെനാൽറ്റി ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പെനാൽറ്റി നമ്മളൊരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ്. ഇഫ് എ പ്രോസ്പെക്ടസ് ഇസ് ഇഷ്യൂഡ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി സെക്ഷൻ കമ്പനി ഷാൾ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ. എത്ര മിനിമം ഫൈൻ എന്ന് പറയുന്നത് 50,000 rupees വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 lakh rupees. ഇനി ഇതിന് ഉത്തരവാദികളായ ഓഫീസേഴ്സ് എവറി പേഴ്സൺ ഹു ഇസ് നോയിങ്ലി എ പാർട്ടി ടു ദ ഇഷ്യൂ ഓഫ് സച്ച് പ്രോസ്പെക്ടസ് ഷാൾ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ്. അതിൻ്റെ ടേം പറയുന്നത് 3 കൊല്ലം വരെ ആവാം ജയിൽ ശിക്ഷ. ഓർ വിത്ത് എ ഫൈൻ. ഫൈൻ എന്ന് പറയുന്നത് 50,000 മിനിമം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 lakh rupees ഓർ വിത്ത് ബോത്ത്. രണ്ടും കൂടെ അനുഭവിക്കേണ്ടി വരും. അതായത് ജയിൽ ശിക്ഷയും ഫൈനും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഓക്കെ.